അപ്പം അങ്ങനെ പരീക്ഷയുടെ തിക്കും തിരക്കും എല്ലാം കഴിഞ്ഞിപ്പോൾ സ്കൂളൊക്കെ അടച്ച് സെലിബ്രേഷനും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സ്കൂളൊക്കെ അടച്ച് ഇനിയിപ്പോൾ വെക്കേഷനാണല്ലോ. വെക്കേഷൻ ഇപ്പോൾ ഇനി പിള്ളേർക്ക് ഇപ്പോൾ ഇനി ഓരോ സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങളും വാങ്ങിക്കാനുള്ള തിരക്കിലും നാട്ടിൽ പോകുന്ന തിരക്കും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ നാട്ടിൽ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ പോകണം. ഞങ്ങളുടെ ഓണം എല്ലാം ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെയാണ്. ഞങ്ങൾ ഇവിടെ തന്നെയാണ് ആഘോഷിക്കണത്. അപ്പോൾ നാട്ടിലൊന്നും അങ്ങനെ വെക്കേഷനൊന്നും അങ്ങനെ പോകാനായിട്ട് ഇപ്പോൾ പറ്റാറൊന്നുമില്ല. അപ്പോൾ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് ഞങ്ങൾ ഓണമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് ഓർത്തിരുന്നപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ചിട്ട് അവൽ നനയ്ക്കാമെന്ന് ഓർത്ത്. അവൽ നനയ്ക്കാനല്ല, വിളയിക്കാൻ തോന്നുന്നുണ്ടല്ലോ, ഇത് വിളയിച്ച് എടുക്കണതാണ്. അപ്പോൾ കുറച്ച് അവൽ വിളയിക്കാമെന്ന് ഓർത്ത്. അപ്പം അങ്ങനെ കുറച്ച് അവലെടുത്ത് ആദ്യം തന്നെ ശർക്കര ചൂടാക്കി ശർക്കര അലിയിച്ചെടുത്തിട്ട് അതിലേക്ക് ചട്ടിയിൽ വെച്ച് ശർക്കര ഉരുക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് അത് തേങ്ങയിലെ വെള്ളവും എല്ലാം വറ്റിച്ച് കുറച്ചൊരു ആവശ്യത്തിന് നെയ്യും ഇട്ടാൽ നല്ലതായിരിക്കും. നെയ്യ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇടുന്നത് അവൽ ചെമ്പാവൽ എന്നൊക്കെ പറയുന്ന അവലായിരുന്നു. ഏത് അവൽ വേണമെങ്കിലും എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഈ അവലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ചെമ്പാവൽ എന്ന് പറയുന്ന ആ അവലുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് അത് രണ്ടും തേങ്ങയിലെ വെള്ളം ആവശ്യത്തിന് വറ്റി ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് അതൊന്ന് ചെറിയ ചൂടോടുകൂടി നമുക്ക് ഈ അവലിതിലേക്കിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഒരു 4 മണി പലഹാരമായിട്ടോ ചായക്ക് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ എനിക്ക് പരീക്ഷയുടെ തിരക്കൊന്നും കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഓരോ ഓണത്തിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ നടക്കായിരുന്നു. ആ പരീക്ഷയുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ പുറകിലായിട്ട് എടുക്കാമായിരുന്നു. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് ഇത്രയേ ഉള്ളൂ.